ഇന്ന് രാവിലെ തന്നെ നല്ല പണിയില്ല മക്കളെ. കുട്ടി എങ്ങട്ടാ പോണേ? ആ കുട്ടി അംഗനവാടി പോവട്ടെ മക്കളെ. ഒരു വിധം സോപ്പിട്ട് കൊണ്ടുപോകുക മക്കളെ. അതൊക്കെ അവിടെ എത്തുമ്പോ ഒരു യുദ്ധം ഉണ്ടാവും. ഞാൻ അവിടെ ഇട്ടിട്ട് പോരല്ലേ. നല്ല കുട്ടിയാ. ടീച്ചർ പഞ്ഞീനു അച്ചോള് സുന്ദരിയാണ് പഞ്ഞീനു അല്ലേ? എല്ലാവരും സാധനം തന്നെ. നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എല്ലാം ഉഷാറാ. 2 ദിവസം പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇങ്ങനെ തിരിഞ്ഞു നിൽക്കൂ. പുതിയ റബ്ബർ കാണിച്ചു കൊടുക്ക്, ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്ക്. കാട്ടി കൊടുക്ക എല്ലാവർക്കും. ഭംഗിണ്ടോ ചോദിച്ചോക്ക്. നോക്കട്ടെ തിരിക്കുമ്പോ തിരിക്ക. ആ രസമുണ്ടല്ലോ. കച്ചമോക്ക് ഞങ്ങള് പുതിയ മേടിച്ചതാട്ടോ അംഗനവാടിക്ക് സ്പെഷ്യലാ. അതെ, അത് ഓളൊക്കെ ചെറുതായിരുന്നു എത്രയും ഇങ്ങനത്തെ വാങ്ങലില്ലേ. സത്യം പക്ഷെ അങ്ങനെ ഒന്നും നാശാക്കിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നും കേടെടുത്തില്ല കേട്ടോ. അത് നല്ല ഇതായിരുന്നു ഓൾക്ക്. ഇപ്പോഴും ഓളാ നഴ്സറി പോയപ്പോഴുള്ള സ്ലേറ്റ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. ശരിയാ. ഒന്നുകൂടി മുടി കെട്ടുമ്പോ കെട്ടിത്തരാം. അവൾക്ക് അങ്ങനെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അങ്ങനെ കേടെടുത്തൊന്നുമില്ല. ഓക്ക് വേഗം കേടല്ലേ ചെരുപ്പാ. സത്യം എത്ര ചെരുപ്പാണ്. ഇപ്പൊ ഒരു മാസം 1.5 മാസമായിട്ടുള്ള ഒരു ചെരുപ്പ് വാങ്ങിയിട്ട് അത് എന്തോ നാശാക്കിനെ. ഇപ്പൊ വേഗം അച്ഛമ്മോടെ കുറ്റം പറയും ചെയ്യും. രാവിലെ കരഞ്ഞു പോയതാ. അച്ഛമ്മോട് എന്താ കോമ്പസോ ഇതൊക്കെയോ എടുത്ത് കാണാനില്ലായിരുന്നു. കരഞ്ഞാ പോയതെന്ന്. സത്യം രാവിലെ അച്ഛമ്മോളിന് എത്ര പറഞ്ഞാലും കേൾക്കൂല, എടുക്കരുത് എന്ന് പറഞ്ഞാല്. അല്ല രാവിലെ എന്നോട് പറഞ്ഞേ ഇനി ഞാൻ ഒരു സാധനം വെക്കൂല എന്നൊക്കെ പറഞ്ഞ് നേരം പോയി. എന്നോട് പറയാ പറത്തിക്കാന്ന്. എന്റെ കുട്ടിക്ക് എപ്പോഴും കണ്ണെഴുതണം. വലിയോൾക്ക് അത് പറ്റിയിട്ട് അവളത് തുടയ്ക്കാനും നോക്കും. നേരെ നിൽക്ക്, നേരെ നിൽക്ക്. കൈയെടുക്കൂ, കൈയെടുക്കട്ടോ. ഉണ്ടോ നല്ല കുട്ടിയാമ പൊന്നത് സുന്ദരി അതിനുണ്ടോ. കണ്ണൊക്കെ എഴുതി ചോദിച്ചോക്കൂ. ചുന്തേരിയാട്ടോ പമ്മന്റെ ചുന്തേരിട്ടോ. പൗഡർ എവിടെ? പൗഡർ എടുത്തപ്പോ പൗഡർ കഴിഞ്ഞിട്ടോ. എന്ന് വാങ്ങാൻ പറയാൻ തുടങ്ങിയ കുട്ടി. കുട്ടിക്ക് ഇനി ദേഷ്യം വെച്ചിനു. എങ്ങനെ ദേഷ്യം പിടിക്കുക? ഡോ എങ്ങനെ ദേഷ്യം പിടിക്കുക? പൗഡർ ഇട്ടു. മറ്റേ റീൽസിലൊക്കെ പറയുമ്പോൾ കാവടി തുള്ളിയോ പോണത് ഇങ്ങട്ട്. അയ്യോ എന്റെ ചോറുണ്ടായാവോ? ചുല്ലി ചുല്ലി വിസിലടിച്ചില്ലല്ലോ. ഇല്ല കുട്ടി. നോക്കട്ടെ. കമ്മലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അച്ഛമ്മക്ക് 2 ട്രൗസറും കൂടി എക്സ്ട്രാ എടുക്കട്ടെ കേട്ടോ. ടീച്ചർക്ക് പ്രത്യേകം പറഞ്ഞെടുക്കാന്. ശരിയാ. മൂത്രമൊഴിച്ചാണല്ലേ. പഴയത് മതിയില്ലേ? പഴയത് പോരെ? പുതിയൊക്കെ നാളെ ഇത് പോരെ അമ്മൂട്ടിക്ക്? വേഗില് കൊണ്ടുപോകാനാണ് നമുക്ക്. ഇത് മതി കേട്ടോ. ഒന്നും കൂടി ഇക്കട്ടെ അമ്മ പുതിയത്. പിന്നെ ഏതാ അമ്മൂട്ടിക്ക് വേണ്ടത്? ഷെഡി വേണോ അമ്മൂട്ടിക്ക്? എന്നാ പുതിയ സസറി. അത് മതി അമ്മൂട്ടിക്ക്. 3 എടുത്ത് നമ്മ കേട്ടോ. 3 ഒരു ഷെഡി 2 സസർ എടുത്തിന്. ടൂറ് ഞങ്ങള് ഞങ്ങൾ നടക്ക്. അമ്മ പൗഡർ ഒക്കെ തന്നിട്ട് വരാം കേട്ടോ. ടവല് തൊളു. ടവല് ബാഗിൽ കൊണ്ടേക്ക് അമ്മ വരാം. ബാഗ് അവിടെ എന്നാ പിടിക്ക്. ബാഗ് അവിടെ ഉണ്ട്. ഞാൻ വരാം. നമ്മുടെ കുട്ടീന്റെ ബാഗൊക്കെ. കുട്ടിക്ക് പണി എന്താ? പൂട്ടാൻ കഴിയില്ല. പപ്പ പൂട്ടി തരാം കേട്ടോ. ഇനി വലിച്ച സിബ് വലിച്ച കുട്ടി. കഞ്ഞി കുടിച്ചിട്ടല്ലേ. സെറ്റ് ബാഗിൽ ഇട്ടരാം കേട്ടോ. എവിടെ സൗസറൊക്കെ അമ്മ മടക്കിക്കാം. പച്ച പമ്പാണ് അമ്മയുടെ കുട്ടി ഇങ്ങനെ എടുത്തത്. അതിന്റെ ഉള്ളിലേക്ക് ഒക്കെ തിരികെ വെച്ചിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയല്ലേ വെക്കാം. അമ്മ മടക്കി വെച്ചേരാ കേട്ടോ. ഇതൊക്കെ പഴയ ഷെഡികളാണേ. മൂത്ര വയ്ക്കുകയാണെങ്കിൽ കൊടുത്തേക്കാണ്. അല്ല ഷെഡി കൊടുത്തേക്കുന്നല്ല. അമ്മ കുട്ടി ടീച്ചറോട് പയ്യണം കേട്ടോ. ചീച്ചൊക്കെ പയ്യണം കേട്ടോ. മൂത്ത ഷാണ്ടി പയ്യണം കേട്ടോ ടീച്ചറോട്. ഇത് കൊടുക്കണ്ടല്ലോ, ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ. ടീച്ചർ പറഞ്ഞു അവിടെ ഉണ്ട്. എന്തിനാ ഞങ്ങൾ കൊടുത്തേക്കുന്നത്? അത് തിന്നാനുള്ള ടൈം ഓൽക്കില്ല. 10 മണി കഴിഞ്ഞു.
വിക്കസ് വേണോ? അല്ല വീഴ് കുട്ടിയും കൊണ്ട് പോരും വാ. അതെ അതൊന്നും വേണ്ട കയ്യിൽ വെച്ചിട്ടമ്മ. ആ കുട്ടി തിന്നോട്ടിട്ടോ ഫൈഡർമാനാണ് മക്കളെ എല്ലാരും കണ്ടോളി. ഇതാ കുട്ടീന്റെ ഫൈഡർമാന്റെ ഇത് ഇതുണ്ടോ? ഫൈഡർമാന്റെ ഇതെങ്ങനെയാ കയ്യൊക്കെ എങ്ങനെയാ കാട്ടി കൊടുക്ക്. ോ അങ്ങനെയാണ്. 2 ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൂ. അത് തിന്നൂല ഇങ്ങനെ കൊണ്ട് ചിപ്സാണ് കൊണ്ടുപോലെ കഴിഞ്ഞില്. എന്ത് തിന്ന് നോക്കണം. അതാണ്ടി പാപ്പ സെറ്റ് ടവലിടല്ലേ. മൂക്ക് തുടക്കാൻ ടീച്ചറോട് ഇതിലുണ്ട് ടവല് പറയണം കേട്ടോ. അപ്പൊ നമ്മൾ പോയാലോ? എന്നാ വരൂ. പപ്പയ്ക്ക് പുതിയ ചെപ്പല്ല പൊന്നു. ഇതാരാ മേടിച്ചത്? ആ അങ്കിള് മേടിച്ചതാണ് കൊടി ചെരുപ്പൊക്കെ കുട്ടിക്ക് അംഗൻവാടി പോവാനേ. നല്ല കുട്ടിയാ. എല്ലാരോടും അംഗൻവാടി പോവാണ് പറയൂ. ലൈക്ക് അടിക്കണം പറയൂ. സെറ്റ് ടാറ്റ കൊടുക്ക്. ഇനി ഞങ്ങള് യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരം വരും പറയൂ. അപ്പൊ ബാഗൊക്കെ എടുത്ത് ഞങ്ങള് പോവാട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ പോകും. ഇവിടെ ഒരു വീട് കഴിഞ്ഞ് രണ്ടാമത്തെ വീട് അംഗനവാടി കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പോവുക. ഈ സമയത്തൊന്നും അവിടെ ആരും ഉണ്ടാവില്ല. ഇല്ല മറ്റേ തണുക്ക് കൊലയും കൂടെ നടക്കാൻ വേണ്ടി വരും. ജനവാല കടിച്ചിട്ട് വേഗം പോയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. കുട്ടി കുടിച്ചിട്ടില്ല അച്ഛമോളൊന്നേ. കഞ്ഞി കുടിച്ചിട്ടില്ല എന്ന് അറിയാം. പോവാ ചാറ്റ കൊടുത്തു. എല്ലാരോടും പറയും ഞാൻ അച്ഛമോളെ കൊണ്ടാക്കിട്ട് വരട്ടെ. ചിക്കനൊക്കെ ഉണ്ടാക്കണ്ടേ. ചിക്കനും നെയ്ച്ചോറോട്ടെ എനിക്കിന്ന് ചോറ് വന്നിട്ടുണ്ട്. അപ്പൊ ടാറ്റാ പോയി വരാം. ചെരുപ്പിട്ടാ കേട്ടോ. അമ്മ പഴയ ചെരുപ്പ് കേട്ടോ. ചെളി പറ്റിക്കല്ല ചെപ്പില് കുട്ടി. ചെളി പറ്റിക്കരുത് കേട്ടോ. ആരും എടുക്കരുത് കേട്ടോ. ചെരുപ്പ് നോക്കണം കേട്ടോ. കുട്ടികളെ എടുക്കൂട്ടോ കുട്ടീൻ്റെ ചെരുപ്പ്. നല്ല കുട്ടിയാണല്ലേ. നമ്മുടെ സുന്ദരീനെ കൊണ്ടാക്കി പോകുന്നു കേട്ടോ. ശരി അമ്മ പറ്റി പിടിച്ചിരിക്കാം. ഒന്നാത്ര സ്നേഹി 2-3 ദിവസം പനിയായിട്ട് ഇവിടെ തന്നെ ആൾട്ടായിരുന്നു. ഫുള്ള് കളിയൊക്കെ ആയിട്ട് ഇവിടെ. ചേച്ചി പോകുന്നുണ്ട് അതിന്റെ മോനെ കൊണ്ടാക്കിയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇപ്പൊ കരച്ചിലൊന്നും ഇല്ല. അല്ല അതന്നെ 2-3 ദിവസം ഇവിടെ നിന്നപ്പോ പിന്നെ ഒരു മടി കുടിക്കാൻ കുട്ടിക്ക്. അത് കുഴപ്പമില്ല. 2 ദിവസം പോകുമ്പോ തന്നെ റെഡി ആവും. എന്നാ പിന്നെ ഇരുന്നോളൂ. കാർട്ടൂൺ ഉണ്ടെങ്കിൽ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇവള് ചെന്നപ്പോ ഇങ്ങനെ ഞാൻ ചെല്ലിട്ട് ഇങ്ങനെ കാട്ടും. കുട്ടിക്കാണ് മുഖത്ത് തൊടുന്നത് ഇഷ്ടമില്ല. അയ്യോ കുട്ടിക്ക് മോത്താരം തൊട്ട് അപ്പ സീനാട്ടോ. ഇതാന്ന് പറഞ്ഞ കുട്ടീന്റെ കൊല്ലിനേന് തൊടല്ലേ അറിയില്ലേ. ഇഷ്ടല്ല അങ്ങനെ തൊടുന്നത്. ദേശം ഞാൻ കൊറേ കിഴങ്ങൊക്കെ ഉഷാറാക്കിന്. എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മളെ കച്ചമ്പർ ഉണ്ടാക്കാനുള്ള കച്ചമ്പർ പറഞ്ഞാല് സലാഡ്. നിങ്ങളവിടെ സല്ലാസ് ഇതല്ലറിയാ. സല്ലാസ് ഞങ്ങള് തൈര് ഞാന് ഫസ്റ്റ് ഞാൻ ചേച്ചീനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയ ടൈമില് അവിടെ കല്യാണം ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ പോയപ്പോ സല്ലാസ് കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചിയോട് എന്താണ് അത് ചേച്ചിയാണ് എനിക്കറിയില്ലല്ലോ. നമ്മളിവിടെ തൈര് അറിയില്ല. എനിക്കറിയില്ല ചില ഭാഷകൾ നമുക്ക് ഇതാവില്ലല്ലോ. അതുപോലെ അവിടെ ഓല വീടിന്റെ മുറ്റത്തിന് ഇവിടെ അടയ്ക്കപ്പഴം ഉണ്ട് കേട്ടോ. പല പഴുത്തന്നെ വെച്ചു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചേച്ചി അടയ്ക്കപ്പഴം നോക്കിയാ ഞാനേ. അപ്പൊ അവിടത്തെ ചെക്കൻ അതെന്താ ചേച്ചി ആ സാധനം വെച്ച് നിങ്ങൾ പേരക്കാന്നല്ല അറിയാ. ഞങ്ങൾ അടയ്ക്കപ്പഴം അറിയാം. ഞാൻ ആ ലത്തീഫ് പണ്ട് എന്നെ പറ്റിച്ചാലേ എന്നോട് പറഞ്ഞ അടക്കാപ്പായ നിന്റെ പെരയില് തന്നെ. ഞാൻ പറഞ്ഞ അടക്കാപ്പായ എന്നാ പിന്നെ നമുക്ക് ഇതുവരെയായിട്ട് ഞാൻ തിന്നിട്ടില്ല. അത് എല്ലായിടത്തും ഉണ്ടാവും സാധനം. അയച്ച് തിന്നുണ്ടാവും പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ വേക്കി കയറി പോയി കണ്ടു കഴിഞ്ഞപ്പോ എന്താ പേരക്കമരം. അതേപോലെ വേറൊരു പറ്റീന് കേട്ടോ. ഞങ്ങളെ അമ്മായിന്റെ മോളെ കല്യാണം കഴിച്ചതേ ആനക്കാൻ പോയി. ഞങ്ങളൊക്കെ അവിടെ അടുത്താണല്ലോ അത്. എന്നിട്ട് അപ്പൊ അവിടെ നല്ല രസമാണല്ലോ കാണാൻ. പുഴയൊക്കെ കാണാൻ അടിപൊളി സ്ഥലമായിട്ട് അവിടെ പുഴയൊക്കെ കാണാം. അപ്പൊ ഞങ്ങളൊരു സംഗതി വിരുന്ന് പോയി.
നല്ല രസം. അവിടെ 2 നായ്ക്കളുണ്ട്, പൂച്ചുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നാലും ഇങ്ങനെ നോക്കിയാല് പുഴ ഇങ്ങനെ കാണാം. അടിപൊളിയാ. അവിടെ പോരാൻ തോന്നില്ല പോയാല്. അതിന് അപ്പൊ അവിടുത്തെ ആ ഏട്ടന്റെ ഒരു അമ്മ ഉണ്ട്, വയസ്സായതാണ്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളോട് വെച്ച് ചക്കപ്പഴം വേണോ ചോദിച്ചു ഞങ്ങളോട്. അപ്പൊ ഞങ്ങള് ചക്കപ്പഴം എന്ന് പറയുന്നത് മറ്റേ അതില്ലേ, അല്ല ചക്കക്കല്ല, ചക്കക്ക് ഞങ്ങള് ചക്ക എന്നാ പറയാ. ഞങ്ങള് ചക്കപ്പഴം എന്ന് പറയുന്നത് ആ ഉള്ളില് വെള്ള കുരുള്ള കറുത്ത കുരുള്ള സാധനല്ലേ, നിങ്ങളത് വേറെ പറയാ. അതാണ്. അപ്പൊ ഞങ്ങള് അറിഞ്ഞിട്ടോ കൊണ്ടുവന്നപ്പോ എന്താ ചക്ക ഉണ്ട് ഇങ്ങനെ കൂടെ. ഞാൻ ബിന്ദേച്ചിനോട് ചോദിച്ചു ഇവിടെ ചക്കപ്പഴം ചോദിച്ചു. ഞാന് ഇതന്നെയാണ് ഇവിടുത്തെ ചക്കപ്പഴം എന്ന് പറഞ്ഞു. അല്ല അത് ഭാഷക്ക് നല്ല മാറ്റം. അല്ല ഓല് ചക്കപ്പഴത്തിന് ചിലപ്പോ വേറെ എന്തെങ്കിലും ആവും പറയാ, നമുക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ പെടല് പെടും. രസാണ്. അതേപോലെ ഞങ്ങള് ഓലക്കൊടി എന്നാ പറയാ. ചൂട്ട് 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 നിങ്ങള് ചൂട്ടറിയാ. ആ ചെക്കൻ നിങ്ങൾക്ക് ചില അപ്പൂസ് ഞങ്ങള് ചൂട്ടെന്നാ പറയാ. ഇവിടെയാണ് ഓലക്കൊടി. ഓലക്കൊടി അറിയാം ഞങ്ങള്. ഞങ്ങള് ചൂട്ടെന്നാ പറയാ. പിന്നെ വേറൊരു ഭാഷയും കൊണ്ടുണ്ട്. പിന്നെ ഞങ്ങള് പിന്നെ ചതൽക്കാടക്ക് ഞങ്ങള് കരികലപ്പെടാന്ന് പറയാം. കരികലപ്പെട അതൊക്കെ പറഞ്ഞു തീരണ്ടേ. അല്ല അത് അങ്ങനെയാണ് പറയാ. ചതൽക്കാടക്ക് കരികലപ്പെട. അതാണ് ഓരോ ഇതിനും ഇതുണ്ടാവൂലേ. ഉണ്ട്. ഭാഷയ്ക്ക് മാറ്റമുണ്ട്. ഓരോ ഏരിയയിലേക്ക് പോകുമ്പോഴുള്ള ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. ചിക്കനും ഒരു നെയ്ച്ചോറും അല്ലേ. നെയ്ച്ചോറ് എന്തായിനാവും. ഞാനവിടെ ചിക്കൻ കുറച്ചുള്ളൂ കേട്ടോ. വളരെ ഇതിന്റെ ഭാഗത്ത് തിന്നാനുള്ളതല്ലോ. കുറച്ച് ഇടയ്ക്ക് ചിലപ്പോ പൊരിച്ചാല് പറഞ്ഞാൽ തിന്നൂല അല്ലേ. മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോ പൊരിച്ചാലും അങ്ങനെ തിന്നൂല, കറി വെച്ചാലും തിന്നും. മീനും എല്ലാ മീനൊന്നും അച്ഛനോട് തിന്നൂല. എല്ലാം ചെറിയ മീനൊക്കെ തിന്നൂല. ചെറിയ മീനൊക്കെ തിന്നുന്നു. പൊരിച്ച് അങ്ങനെ വല്ലാതെ ഇഷ്ടമല്ല. പക്ഷെ കറി വെച്ചാണെങ്കിൽ നല്ലോണം കഴിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു കിട്ടും. അത് റെഡിയാ. ഇവിടുന്ന് ആകുമ്പോ പിന്നെ ഭക്ഷണം ഇല്ലാത്തല്ല പ്രശ്നം. സ്വൈര്യക്കേടായിരിക്കും. ഇവിടെ നിന്നാ ഇവിടെ ഫുള്ള് തകിട മറിക്കും. ഇവിടെ കേറുക, കോഴിമുട്ട എടുക്കുക, അടിച്ചു പൊട്ടിക്കുക, അവിടെ കേറുക, വെളിച്ചെണ്ണ എടുക്കുക. ഇന്ന് രാവിലെ അപ്പൊ അവിടെ ഇങ്ങനെ ഇതുണ്ടല്ലോ ഇരിക്കണം, ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലം കയറി ചെല്ലുന്ന അവിടെ തന്നെ. അതിന് ഓടി ചെന്നോട് അവിടെ ഇരുന്നാണ് കുട്ടിമ്പടി ഇരിക്കുന്നത് അറിഞ്ഞോട്. അയ്യോ അപ്പൊ ഇന്ന് ചെരുപ്പൊന്നും ഊരിയിട്ടില്ല. കുട്ടി ചെരുപ്പ് ഊരൂലാറിഞ്ഞേ. അപ്പൊ ടീച്ചർ അവിടെ നിന്നോട്ടെ അറിഞ്ഞു. ഇനിയിപ്പോ ഊരിച്ചുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. കുട്ടി എന്നോട് പറ്റി പിടിച്ചിരിക്കാന്. എന്നോടോ കുറച്ചേരം അവിടെ ഇരുന്ന ടീച്ചർ ഇങ്ങനെ ടീനോട്. അപ്പൊ ഞാൻ പറഞ്ഞിടക്ക് അമ്മ കൊട നോക്കട്ടെ പറഞ്ഞാണ് ഞാൻ പോകുന്നു. അല്ലെങ്കിൽ നടക്കൂല. തക്കാളി മറക്കൂല. അച്ഛമോൾക്ക് വിചാരിച്ചിട്ടേ ഞാനത്. അതിന് കഴിഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ചിക്കല്ലേ. ആരും മോശമൊന്നുമില്ല. നിങ്ങളും മറ്റോളൊക്കെ അങ്ങനെ തന്നെ. ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കിഴങ്ങൊന്നും രണ്ടാറ് ഉണ്ടാക്കിയിട്ടാലോ. ഇനി വെള്ളപ്പൊക്കം, കരണ്ട് പോക്ക് ഇതൊക്കെ ഉണ്ടാവും. നമുക്കൊരു ഇത് കിട്ടണം. എന്തറിയോ, മറ്റേ എന്താ പറയാ ഇതില്ലേ, എന്ത് പറ്റേ പവർ ബാങ്ക്. ഞാൻ എന്ത് പറഞ്ഞിട്ട് കൊണ്ട് വാങ്ങാന്. ഓന്നല്ല, ഇനി കറണ്ട് പോകുമ്പോ നമ്മക്ക് നിൽക്കിച്ചോ. പണ്ട് വെള്ളപ്പൊക്കത്തിൽ നമ്മള് മൊബൈൽ ടോർച്ച് അടിച്ച് ചോറുന്നത് മെഴുകുതിരി വരെ കിട്ടാല്ലേ നന്ദി അല്ലേ. ഒരു ദിവസം ഞാൻ ലാസ്റ്റ് പിന്നെ എവിടേക്കോ പോയി ഒപ്പിച്ചിരിക്കുന്നു. മെഴുകുതിരി കമ്പനി അന്നാണ് ഏറ്റവും കൂടുതൽ 2018 രക്ഷപ്പെട്ടത്. മെഴുകുതിരി ഇങ്ങോട്ട് അടിച്ചിട്ട് തികയണ്ടേ. എത്ര ഞാൻ മെഴുകുതിരിയാണ് ഒരു കടയില് ഒരു മെഴുകുതിരി ഇല്ല. ഫുള്ള് ട്രാൻസ്ഫോമറും പോയി കിടക്കല്ലേ. ട്രാൻസ്ഫോമറൊക്കെ മുങ്ങി KCB ഒക്കെ ഫുള്ള് ഓഫാക്കിയിട്ടില്ലേ. പാലങ്ങൾ മൊത്തം പാലം മൂടി നിറഞ്ഞ് ഒഴുകി. അതാ ഇവിടെ പാലം ഇത് പൊട്ടിയാലാണ്, ഉരുൾപൊട്ടലുണ്ടായാലാണ്. ഒരു രക്ഷയില്ല പ്രളയം വന്നതില്. കുരുമുളക് മറ്റോളെ പറയും വലിയോള് കുഞ്ഞുമുളക് ഓറഞ്ച്. ഞാൻ മറ്റേ ഇത് മേടിച്ചിനടി, അതിലിട്ട് വെച്ചോ. ഇത് പട്ടിങ് ഗ്രാമ്പൊക്കെ അതൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചു വെക്കണടി. ഗരം മസാല ആവൂലേ. അതിക്ക് വേണ്ട കുറച്ച് മസാലയും കൂടെ ഇട്ടിട്ട് തേങ്ങ പൊളിച്ചാൽ ഇതിൽ കുറച്ചില്ല. ഇനിയിപ്പോ ആവൂല എന്നോട്. നെയ്ച്ചോറ് എന്തായിരുന്നു നോക്കി നോക്കി നമ്മളെ ചോറ്. എന്നും ചോറ് ചോറ് ചോറോട് ചോറ്.
അപ്പൊ പിന്നെ എന്ന് വെറൈറ്റി ആക്കാൻ വെറൈറ്റി വെറൈറ്റി ഒന്നല്ല ഇറച്ചി ഞങ്ങൾ ഉണ്ടാക്കണം. ഒന്നെങ്കിൽ ഇപ്പൊ ചക്ക കൂട്ടാനായി ഉണ്ടാവും, അല്ലെങ്കിൽ നെയ്ച്ചോറാവും, ഏതെങ്കിലും ഒന്ന് റെഡി ആയിട്ടായിട്ടുണ്ടാവും. പായസം ഒന്നും ആവില്ല. എന്റെ അഭിപ്രായത്തില് വേവ് കറക്റ്റ് ആണ്. കാരണം നേരത്തെ എടുത്ത് അടിച്ചു വെച്ച് പോയല്ലേ, ഈ കുട്ടീനെ കൊണ്ടാക്കാൻ പോയപ്പോ വിസിലടിപ്പിച്ച് പോയതാ. അപ്പൊ പിന്നെ ഇപ്പൊ കറക്റ്റ് ആയിരിക്കും. സാധനമൊക്കെ അപ്പൊ പിന്നെ റെഡി ആകണം. എന്റെ അഭിപ്രായത്തില് സെറ്റ് ആകാൻ സാധ്യത. ഇനിയിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊട്ടിയൂര് പോകാനായി. ഞങ്ങള് കൊട്ടിയൂര് യാത്ര ഞായറാഴ്ചത്തേക്കാണ് കാണുന്നത്. നോക്കട്ടെ, തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കും. മഴ പിന്നെ എന്തായാലും ഉണ്ടാവും അവിടെ. എനിക്കിങ്ങനെ വാരി കോരിണ്ട് ഡ്രസ്സ്. ഉള്ളതൊക്കെ ഇട്ട് പോയാ മതി. ഉള്ളത് മതി, ഇനി ഇടണ്ട. ഞാൻ ഇപ്പൊ പുതിയ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഏതോ കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ട് 2 ഷർട്ട് വാങ്ങിയ, ആ ഷർട്ടും മതി എമ്പാടും. നമുക്കതൊക്കെ തന്നെ ധാരാളം. അങ്ങനെ മോശമാക്കാൻ പാടില്ല പറഞ്ഞിട്ട് എവിടുന്ന് പൈസ വേണ്ടേ? വർക്കൊക്കെ ലേശം കമ്മിയായിരുന്നു. അതൊക്കെ ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞില്ലേ. ജി നെയ്ച്ചോറും തുറന്ന ഞാനൊന്ന് കാണട്ടെ. ലോഡാണോ സാധനം? വിസില് ഊരണം, അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അറിയാൻ കഴിയില്ല. അതൊക്കെ ഞാൻ ഊരി ഇല്ല, ഏറില്ല. എന്താകാനാ അലമ്പായ ഞാൻ നേരെ പോട്ടിലേക്ക് പോവും. അതില് വെള്ളം അതിലാക്കല്ലേ. സെറ്റാട്ടോ മക്കളെ. എങ്ങനെയോ 2 പറ്റി എടുത്തോട്ടെ, എങ്ങനെയുണ്ട് കൈയിട്ടെടുക്കണേ. സൂപ്പർ അടക്കി അടിപൊളി. ഞാൻ ഇളക്കണല്ലേ. എങ്ങനെയോ സെറ്റായി കിട്ടിയ. എങ്ങനെയോ മറ്റേ പൂച്ചക്ക് കയറുണ്ടോ? ബിരിയാണി നമുക്കൊരു പണിയില്ല. മസാല അടിക്കുക, അടിയിൽ വെക്കുക, ചോറ് എടുത്തിടുക. അങ്ങനെ ആകുമ്പോ ബിരിയാണി ആണോ? അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണി അല്ല. നിങ്ങൾ പണ്ട് വല്ല ജ്യൂസ് മേക്കറായതല്ലോ. ഒരു ജ്യൂസ് ഈ 10-15 കൊല്ലത്തിന്റെ ഇടയിൽ നിങ്ങൾ ഉണ്ടാക്കി തന്നോ? എന്നോട് എല്ലാരും കണക്കെന്ത് സുഖാലേ, ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നിച്ചല്ലേ. ഞാൻ പറ പൊന്നാര കുട്ടികളെ, ഞാൻ പീടിയെ പോയി കുടിക്കലാണ്. ഞാൻ ഇല്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. നമ്മള് ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് ഒപ്പിക്ക് പോവല്ലേ. ജ്യൂസ് നമ്മള് ക്ലാസ്സിൽ വെച്ചെന്നാ കുടിക്കും. ഇപ്പൊ സ്കൂളിട്ട് മറ്റോള് വലിയോള് വരുമ്പോ പറയും, എന്റെ അമ്മ എന്തൊരു വൃത്തിയാലേ ഇവിടെ അറിയും. മറ്റേ ഇല്ലല്ലോ, ചെറുതില്ലല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തോ അറിയോള്. ഇവിടെ 3:30 വിട്ട് വരൂലേ, അപ്പൊ കണ്ടോണ്ട് നിങ്ങൾ രാവിലത്തെ പകരത്തിന് ചമ്മി ഇവിടെ ഇങ്ങോട്ട് കേറിയിട്ട് ഇങ്ങട്ടേ എന്താ കാട്ടന്റെ അറിയില്ല കുട്ടിക്ക്. എന്തൊക്കെയോ എന്നിട്ട് കാട്ടും. മീഡിയം വെള്ളം വെച്ചാൽ മതി കേട്ടോ. ഗ്രേവി പോലെ വെച്ചാൽ മതി. എന്നാ പിന്നെ ഗ്രേവിയും കൂട്ടി അടിക്കാം, ഒരു ടേസ്റ്റ്. ചിക്കല് തുടങ്ങിയാലോ? ഞാൻ ചോറൊന്ന് ഇളക്കി റെഡി ആക്കട്ടെ. അടിപൊളി ചോറുണ്ടാക്കി കിടിലേ, കിടിക്കാച്ച്. അത് മഴ ചെയ്തുണ്ടാവും. എങ്ങനെ ചട്ടക്ക് എടുത്തുവിടായിരുന്നോ? ഞാൻ ചിക്കൻ ഇട്ടതാണ്, ഇനി പഴുക്കാനാവില്ല ചേട്ടാ. ഇത് മഞ്ഞ കളർ എന്താ പറയുക, ഇത് കറി ഉണ്ടാക്കണ കുക്കറാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ്. അടിപൊളി ചോറില്ലേ, രസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പാത്രത്തിലാണോ ഏതിലാണേ? ഫാനൊന്നും ഇട്ടൂടെ നിങ്ങൾക്ക്? ചുട്ടിട്ട് വയ്യ മനുഷ്യന്. ഞാൻ നമ്മളെ മറ്റേ പാത്രം പുറത്തിറക്കിട്ടോ, ഇതിന് തിന്നിട്ട് കൊറേ ആയില്ലേ, കേൾക്കത്തില്ലല്ലേ? മതി. ഈ പാത്രത്തിന് അടിയാണ് ഇവിടെ. ഈ പാത്രം വേണം. ഇത് ഞാൻ അച്ഛമ്മോളെ പ്രസവ ടൈമില് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ പാത്ര. നല്ല ഒരു വലിപ്പമുണ്ട്, ഭക്ഷണം കഴിക്കാൻ നല്ല സുഖമായിട്ട് വാരി എടുത്ത് കഴിക്കാൻ പറ്റും. എനിക്ക് അത്ര കുറച്ച് അതുണ്ടായിക്കോട്ടെ. അതെ, വിശക്കുന്നൊന്നും കഴിച്ചില്ല. പല സ്ഥലത്തും തിന്നുന്ന ടൈമാണ് ഇപ്പൊ. എനിക്കറിയാം എത്ര തിന്നുന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ കുറച്ച് കഴിക്കണം. മതി മതി മതി. അവള് കുറച്ചെന്നൊക്കെ പറഞ്ഞ് എടുക്കട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ആ ട്രിപ്പായിട്ട് കഴിഞ്ഞാ പിന്നെ ഒരു അറ്റാക്ക്. ഇല്ലല്ല, ഞാനൊക്കെ നിർത്തി. ഞാൻ എത്ര തടി മെലിഞ്ഞറിയാം, എല്ലാരും ചോദിക്കണ്ടോട്. സത്യം, ഞാൻ മെലിഞ്ഞു. ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്തായാലും എന്നും കണ്ടിട്ട് അറിയില്ല, ചിലരൊക്കെ എന്നോട് ചോദിക്കണ്ടേ. അപ്പൊ നമ്മളെ തൈരും റെഡി ആട്ടോ. ഇവിടെ നല്ല രസം കാണാൻ നോക്കിയാണ്. ക്യാരറ്റും കളർഫുൾ ആണ്. കളർഫുൾ കറി. ചിക്കൻ എങ്ങനെ ഉണ്ടോ കേട്ടോ. ഇവിടെ നോക്കിയിരിക്കാണ്.
ചിപ്പിക്കൽ ചെയ്യുന്നുണ്ടാവും വെറൈറ്റി ആയിട്ടോ കൊള്ളാം. നിങ്ങൾക്കൊക്കെ കറി വേണം, അതാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് കറി വേണം. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് കറി ഉണ്ടെങ്കിലേ എനിക്ക് ഇഷ്ടപ്പെടൂ, ഇല്ലെങ്കിൽ കടായി ആണെങ്കിൽ അപ്പൊ നിങ്ങൾ കല്യാണത്തിന് കറി ചോറിനല്ലേ? ഞാൻ കുറച്ച് കഴിക്കുള്ളൂ കല്യാണത്തിനൊക്കെ, വളരെ കുറച്ച്. ആണോ? ഞാൻ അധികം കഴിക്കല്ലോ. ഞാനും അങ്ങനെ ഇറച്ചി ഇങ്ങനെ കല്യാണത്തിനൊന്നും പോയാൽ ഞാൻ അങ്ങനെ ഇതാക്കില്ല കേട്ടോ. അത്ര ഈ നമ്മൾ ഈ വലിയ വലിയ പീസുകളൊക്കെ അല്ലേ, ഞാൻ തിന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് കഴിക്കലുള്ളൂ. എനിക്ക് അറപ്പാണത്, ഞാൻ തിന്നില്ല, വലിയ പീസൊന്നും ഞാൻ തിന്നില്ല കേട്ടോ. ഞാനായിട്ട് ആ മസാലയും കുഞ്ഞു കുഞ്ഞു കഷ്ണല്ലേ ചിക്കന്റെ, അതെ ഞാൻ എടുക്കാം. ഞാൻ വലിയ കഷ്ണം കഴിക്കൂലല്ലോ, എനിക്ക് അറപ്പാ. പിന്നെ എല്ലില്ലേ, എല്ലുള്ള ചിക്കനെ ഞാൻ ഉണ്ടാക്കുള്ളൂ. ആ ഇറച്ചി മാത്രമുള്ളൂ നമ്മൾക്ക് പറ്റുകയില്ല. വെറൈറ്റി ആണ് നമ്മൾ. അപ്പം നമ്മളെ ചിക്കൻ കറിയും നെയ്ച്ചോറും. അച്ചാർ വേണോ നിങ്ങൾക്ക്? അച്ചാർ വേണോ? ഞങ്ങൾ ഉണ്ടാക്കിയൊന്നല്ല കേട്ടോ, വാങ്ങിയതാണേ. ഇതിന്റെ മോൾക്ക് 2 ദിവസത്തിന് അച്ചാറ്. കൈപ്പങ്ങ ഉണ്ട് നല്ല നേക്കില് കിട്ടാൻ, അച്ചാർ ഇട്ടാലോ? നിങ്ങളും പറയണ ഉഷാറൊന്നും നിങ്ങൾക്ക് തിന്നാണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെ സാധനം ഇവിടെ കൊണ്ടുവന്നാണ് കളയിൽ നിങ്ങൾ. കുറച്ച് വെച്ചാൽ മതി. മാങ്ങ അച്ചാറാട്ടോ. ഉപ്പേരിണ്ട് രാവിലത്തെ, വേണ്ടല്ലോ. വെള്ളം എടുക്കട്ടോ കുടിക്കാൻ. എപ്പോഴാണ് നമ്മള് സുന്ദരിനെ കൊണ്ടുവരാൻ പോവാ? 3 മണിയാവും. ടീച്ചർ കാണിച്ചാൽ തന്നെ ചീത്തറിയും, കുട്ടി തിന്നണില്ലാതേക്ക് എന്തിനു വന്നിരിക്കല്ലേ ഇവിടേക്ക് എന്നോട്. എനിക്കൊരു സമാധാനക്കേടാണേ, കറിയാവോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. 2 ദിവസം ഉണ്ടാവുള്ള പ്രശ്നമൊക്കെ ശരിയായിക്കോളും. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര കൊണ്ടിട്ട് ചോറ് കഴിക്കാനുള്ള തയ്യാറുണ്ട്, സമയം ഒരുപാടായില്ലേ. അപ്പൊ ഇന്ന് നല്ല ചിക്കൻ കറിയും തൈരും അച്ചാറും നെയ്ച്ചോറും അല്ലേ, അടിപൊളിയാവും. നല്ല മഴയുണ്ട് ഇവിടെ, ഇപ്പൊ മഴ പോയിന്. അപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ ഇന്നത്തെ പോകും. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ തിന്ന് കഴിയുമ്പോഴേക്ക് അച്ഛമ്മോളെ കൊണ്ടുവരാണ്ടാവും അപ്പൊ നാളെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.